അത് അടുക്കളയ്ക്ക് വെയില് വന്നിട്ട് ഉണങ്ങിയിട്ട് വേണം. കുട്ടികളെപ്പോ തന്നെ വിടണ്ടട്ടാ. ഇല്ല, ചെറിയേറ്റ ഞാൻ കോഴിമക്കളെ അറിയും. ഓരവിടെ കൊണ്ട് വിടുക. ബാത്റൂമിൽ പോവാനുള്ള ടീംസാണ്. രാവിലെ തന്നെ നീറ്റ് നോക്കണോക്കെ നോക്കടാ. ഞാനിവിടെ കൊടുക്കാനും തോന്നുന്നില്ല പോലെ. ഒന്നാമത് അതുകൊണ്ടാട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കണതേ. കാരണം എന്താ വെച്ചാല് പാവം തോന്നും. എല്ലാവരും നല്ല വളർത്തുന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ചോദിക്കണേ. പാവാണ്, ഉറങ്ങാനോ ബാത്റൂമിൽ പോയിട്ട് വല്ലങ്ങ നഴ്സറി വിട്ട മാരിയോ ഇപ്പൊ രാവിലെ തന്നെ ആയതുകൊണ്ട് ബാത്റൂം പോയിക്കോളി. പാവാണ്. പോണ്ട്. ശരി, ബാത്റൂം പോകുന്നല്ലേ? ബാത്റൂം പോലോ. ഇനി എല്ലാവരും ബാത്റൂമിനൊക്കെ പോയിട്ട് ഓക്കെ. നമുക്കിന്ന് ഇവിടെ വൃത്തിയാക്കണേ. ഇവിടെ ഫുള്ള് വൃത്തിയാക്കണം. അതെ, ബാത്റൂമിൽ പോണ വീഡിയോ കാണിച്ചു കൊടുക്ക്. കാണിച്ചു കൊടുക്ക്. ഷിറ്റിടുന്നു. ഇനി എല്ലാവരും ഒന്ന് ബാത്റൂമിൽ പോയി മൂത്രമൊക്കെ ഒഴിച്ചിട്ട് പോടാ. മൂത്രം ഒഴിച്ചിട്ട് പോടാ. ഇതിലൊക്കെ ഒരു മൂത്രം ഒഴിച്ച് നാശമാകും. ഇനി പോലെ ബാത്റൂം പോക്കും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ്. ഇല്ലടാ, അപ്പൊ ഡീസന്റ് ആയിന്. പുറത്തെ തന്ത വന്നിട്ടുണ്ട്. ഡാഡി നോക്കാൻ വന്നിട്ടുണ്ട്. ഡാഡി അറിയാം ഞങ്ങൾക്ക്. ഡാഡി ഡാഡി ഏട്ടാ ലുക്കാ ഏട്ടാ ജി. നല്ല മഞ്ഞുണ്ട്. ഒരു മൈൻഡില്ല, കുറവല്ലേ മഞ്ഞ്. ഇതൊക്കെ നമ്മൾ മീനിൻ്റെ തീറ്റകളാണ് കൊടുക്കാനുള്ളതുകൊണ്ട് രാവിലെ. ഇതെന്താ ഇങ്ങനെ ഇട്ടുണ്ടാവില്ല. ഫുള്ള് പൊന്മാൻ്റെ കുട്ടികൾ. പക്ഷേ പൊന്മാനെ കുട്ടികളെ പിടിച്ചൊന്നും നെറ്റിയാൾ. അപ്പം ഇങ്ങനെ അടച്ചു വെച്ചാൽ നല്ലൊരു വല കൊടുന്ന് സെറ്റാക്കണം. ഇതിലാണെങ്കിൽ എന്താ പറയുക, ഗൗരാമീൻ്റെ കുട്ടികളുണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ വെളിച്ചം കമ്മിയാണ് രാവിലെ അല്ലേ. അപ്പോൾ ഇപ്പോൾ കാണിക്കാൻ കഴിയില്ല. കാണിച്ചു തന്നെ ഞാനിതിൽ ഫുള്ള് ഗൗരാമീൻ്റെ കുട്ടികളും ജെപി കുട്ടികളുമാണ്. തീറ്റ കുറച്ച് കഴിഞ്ഞതൊന്ന് അക്കൂറിയ മൊത്തം ഒന്ന് കോളൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. നിറയെ ജെപ്പിയാളുണ്ട്. ഗൗരാമി കാണുന്നുണ്ടോ? ഓൾക്ക് റൗണ്ട് ഇട്ട് കൊടുക്കേ ഗൗരാമിക്ക്. ഒരാതാ തിന്ന. ജെപ്പിൻ്റെതാണ് തീറ്റ. പ്രമോഷനും കാര്യങ്ങളൊന്നുമല്ല. ജെപ്പിൻ്റെ പാല് കളറൊക്കെ വരാണെന്ന് പറഞ്ഞു കൂടിയിട്ടില്ലടാ. മുഴുവൻ പോയോ? മുഴുവൻ പോയി. ഈ പരിപാടി കാലത്ത് തരാ. മുട്ടകളെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഫൈറ്റർ ഉണ്ട് ഇതിൽ. കൂടെ സെറ്റായിട്ടില്ല. ഈ മരത്തിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടാവും. ഇത് ശരിയാക്കാറുണ്ട്.
ഇതിലൊരു ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഓനിട്ട് കൊടുക്കലുണ്ട്. ഓനെ നമുക്കൊന്ന് ബ്രീഡിങ്ങിന് ഇടാം. ഇതിലൊരു ഫൈറ്റർ ഉണ്ട്. ഇത് ഞാൻ 6 ഗൗരാമീനെ കൊണ്ടുവന്നായിരുന്നു. അതിൽ 3 എണ്ണം പൊന്മ അടിച്ചു. ഇനി പൊന്മാനുള്ള പണി കൊടുക്കാൻ പോകും. അതുകൊണ്ടാണ് ഇതിങ്ങനെ മൂടി വെച്ചത്. മതി. നമ്മളെ ചേഞ്ച് റോസ് വിരിഞ്ഞു. പിന്നെയും വിരിയല്ലോ തുടങ്ങിയില്ലേ? ഓ പൂണ്ടാവുന്നു. നമ്മൾ ആമ്പൽക്കുളമാണ്. ആമ്പൽക്കുളത്തേക്ക് കുട്ടികളുണ്ട്. ഇതിലൊക്കെ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ആമ്പൽക്കുളത്തിലും കെട്ടി കുട്ടികളുണ്ടായിട്ടുണ്ട് കേട്ടോ. ഓളെ സൂം ചെയ്താൽ ഇതിൽ കണ്ടോ ഗപ്പി കുട്ടികളുണ്ടാവുന്നുണ്ട്. ഇങ്ങനത്തെ വെള്ളമൊക്കെ മറ്റേതല്ലേ തീറ്റ ഗപ്പി കുട്ടികളല്ലേ? പൊടി ഗപ്പി കുട്ടികളുണ്ട് ഇതില്. പൊടിക്കണ്ട. ഇത് നമ്മളെടുത്ത നമ്മളെ വീഡിയോയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ആനച്ചേമ്പ്. ഇതിനൊക്കെ നല്ല പേരുകളുണ്ട്. എന്തൊക്കെയാണ് അത് ഞാൻ പിന്നെ നോക്കിയിട്ടില്ല. പക്ഷെ ഇല പുതിയ ഇല വരുന്നുണ്ട്. പുതിയ ഇല ഇതാ വരുന്നത്. ഇനി അങ്ങോട്ട് സെറ്റാവും. അങ്ങനെ വെട്ടിക്കളയാനോ കളറാ മതി. എന്ത് നമ്മളെ ഗപ്പികൾ ഇതാണ്. ഇതിൽ ആമ്പല് കുഴിച്ചിട്ടതായിരുന്നു. ആമ്പല് ഇത് വരുന്നില്ല. വരായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇതിൽ കൊതുക് വരാതെക്കാൻ വേണ്ടിയിട്ട് 4 ഗപ്പിനെ ഇട്ടതാണ്. അപ്പോൾ അവർക്ക് ലോസമാണ്. ഇതിൽ പിന്നെ സീബ്ര. ഇതും അതുപോലെ ചെയ്തതാണ്. വിജയിച്ചിട്ടില്ല. സീബ്രക്ക് ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നീ കാണിച്ചെടുത്താ വരുന്ന പോണ വിളക്കണ്ട. ചമ്മന്തിയൊക്കെ വിരിഞ്ഞു. മരം ഭയങ്കര ശരിക്കൊരു വലിയ മരം പോലെ. അതിനൊരു നല്ല ചേഞ്ച് ഉണ്ട്. കാരണം അതാ വേനൽ സമയത്ത് ഉണ്ട് വാടി കരിഞ്ഞു പോയിരുന്നു. വലിയൊരു മരം പോലെ നല്ല പൂവുണ്ട്. വലിയ വലിയ മരം പോലെ അല്ലേ? കുഞ്ഞു മരം വലിയ മരമായി. മഞ്ഞള് ഓറിയില്ല. കൂടാട്ടത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ തേനെടുക്കുന്ന വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഇത് നമ്മളെ LED ചെടി, LED ബൾബ്. നിറയെ മുട്ടിട്ടുണ്ടായിമ. നാച്ചുറൽ മണി പ്ലാന്റ്. ഇപ്പം മുട്ട നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിന് മുട്ട ആക്കണം. കുറച്ച് വലുതായിരുന്നു. അത്
വെട്ടിക്കൊടുക്കുന്നതനുസരിച്ച് നല്ല പൂടുണ്ട് അല്ലേ? കണ്ടാ. ഇതൊക്കെ ഞാൻ വെട്ടിയ കൊമ്പായിരുന്നു. ഇങ്ങോട്ടൊക്കെ ഇതിൽ വേറെ സാധനം ഉണ്ട്. ഓ ഇത് കമ്പാണ്. പുറത്തേക്ക് വെച്ചെടുത്താൽ മതി. പുറത്തേക്ക് വെച്ചാലോ? ഏതാ ഇതാണ് ഇവൾക്കുള്ള ഫുഡേന്നു. അടിച്ചേരി കൊടുക്കണോ? ഏത് ചെറുതാണ് വലുത്? എടുത്തോ? അവന് പുറത്തേക്ക് ഇറക്കില്ലേ? തന്നെ മഞ്ഞ തന്നെ മതി തിന്നട്ടെ. ചോറും പിന്നെന്താ പൊടിയില്ലേ? എന്ത് പൊടിയാണ്? കൊയ്ത്തിട്ടേ ചോറും കൊയ്ത്തി വേഗം വളരുന്നത്. മഞ്ഞപ്പൊടി കറി ഇട്ട് കൊടുത്താൽ രോഗങ്ങളൊന്നും ഉണ്ടാവും. ഓക്കെ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ.